എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ സീരീസിലെ 6ാമത്തെ ഭാഗമാണ് ഇത്. ഓൾറെഡി 5 ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, കാണാം. നമുക്ക് നേരെ എന്ത് ചെയ്യുക, വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അന്താരാഷ്ട്ര യോഗാ ദിനം. സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ്. ഒരു ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം. നമുക്കറിയാം അന്താരാഷ്ട്ര യോഗാ ദിനം ഒന്നാണ് ജൂൺ 21. എപ്പോഴാണ്? ജൂൺ 21. അപ്പോൾ 2025 എത്രാമതാണ്? 11ാമതാണ്. എത്രാമതാണ്? 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ആചരിച്ചത് 2025. അപ്പോൾ 2025 പ്രമേയം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. അതുപോലെ തന്നെ ഈ വേദിയും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. വേദി ഏതാണ്? വിശാഖപട്ടണമാണ്. ഏതാണ്? വിശാഖപട്ടണമാണ്. 11ാമത് അല്ലെങ്കിൽ 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണമായിരുന്നു അല്ലെ. വിശാഖപട്ടണം നമുക്കറിയാം. എവിടെയാണ് വിശാഖപട്ടണം? ആന്ധ്രാപ്രദേശ് അല്ല. ആന്ധ്രാപ്രദേശിന്റെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ആണ് ഇത് വിശാഖപട്ടണം അല്ലെ. ആന്ധ്രാപ്രദേശിലെ മേജർ തുറമുഖം കൂടിയാണ് ഇത് വിശാഖപട്ടണം എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം ആദ്യമായിട്ട് UN പൊതുസഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇങ്ങനൊരു ആശയം, ഇങ്ങനൊരു ദിനമായിട്ട് ഇങ്ങനൊരു ദിനം ആചരിക്കുക എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആരായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. എപ്പോഴാണ്? 69ാമത് സമ്മേളനത്തിലാണ്. 69ാമത് UN പൊതുസഭാ സമ്മേളനത്തിലാണ് നരേന്ദ്രമോദി ഇങ്ങനെ ഒരു ആശയം എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ ഇത് അംഗീകരിച്ചത് എപ്പോഴാണ്? 2014. ഐക്യരാഷ്ട്രസഭ ഇത് അംഗീകരിച്ചത് 2014. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ദിനം ആചരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോഴാണ് 2015 ജൂൺ 21. ആദ്യമായിട്ട് എപ്പോഴാണ്? 2015 ജൂൺ 21. അപ്പോൾ 2025 ആകുമ്പോഴേക്ക് എത്രയായി? 11ാമതാണ് അല്ലേ. ഒരു എത്രയാണ്? 11ാമത്. ഓക്കെ. അതുപോലെ 2024 പ്രമേയം എന്തായിരുന്നു? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അതിന്റെ വേദി എവിടെയായിരുന്നു? ശ്രീനഗറാണ്. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീനഗറാണ് അല്ലെ. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന് നമുക്കറിയാം 2 തലസ്ഥാനങ്ങളുണ്ട് അല്ലേ. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങളുണ്ട്. നമുക്കറിയാം ഒന്ന് ശ്രീനഗറാണ്, ഒന്ന് ജമ്മു ആണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് സമ്മർ ക്യാപിറ്റലും ഒന്ന് വിന്റർ ക്യാപിറ്റലാണ്. ഇത് പഠിച്ചു വെക്കാൻ നല്ലൊരു ലോജിക് ഉണ്ട്. നമ്മൾ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും. അതുകൊണ്ട് തന്നെ എന്താണ്, അതായത് ഈ പറഞ്ഞ എന്താണ്, ജമ്മു ശ്രീനഗർ. ശ്രീനഗർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ ആണ് അല്ലേ. ശ്രീനഗർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വിന്റർ സീസണിൽ അവിടെ പൊതുവേ പാടായിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സമ്മർ സീസണിൽ തണുപ്പുള്ള സ്ഥലം അടിപൊളിയായിരിക്കും അല്ലേ. അതുകൊണ്ട് എന്താണ്, സമ്മർ ക്യാപിറ്റലാണ് ഇത് വരിക? ശ്രീനഗർ. സമ്മർ ക്യാപിറ്റലാണ് ഇത് വരിക? ശ്രീനഗർ. അതുപോലെ തന്നെ ജമ്മു എന്ത് ചെയ്യും? അതേപോലെ നല്ല വിന്റർ സീസൺ വരുന്ന സമയത്ത് ശ്രീനഗർ നേരെ എങ്ങോട്ട് വരും? ജമ്മുവിലോട്ട് വരും. എങ്ങോട്ട് വരും? ജമ്മുവിലോട്ട് വരും. അതായത് അപ്പോൾ വിന്റർ സീസണിൽ എവിടെയാണ്? ജമ്മുവിലാണ്. കാരണം ഇത്ര കൊടുത്തിരുന്ന ശ്രീനഗർ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, അത് മാത്രം കൊടുത്തിരുത്താൽ മതി. ശ്രീനഗർ കുറച്ച് ഇന്ത്യൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ കാരണം നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ വേനൽക്കാലത്ത് എന്താണ്, നല്ല സുഖമാണ് ജീവിക്കാൻ വേണ്ടി. തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കുറച്ച് തണുപ്പൊക്കെ കിട്ടും അല്ലേ. പക്ഷെ തണുപ്പ് കാലത്ത് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് അവിടെ എന്താണ്, സമ്മേളനമൊക്കെ കൂടാൻ പാടാണ്. അതുകൊണ്ട് തണുപ്പ് കാലം വരുമ്പോൾ നേരെ എങ്ങോട്ട് വരും? ജമ്മുവിലോട്ട് വരും. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരും. ജമ്മു ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ 2023 പ്രമേയം എന്തായിരുന്നു? യോഗ ഫോർ വസുദൈവ കുടുംബകം അല്ലെ. വസുദൈവ കുടുംബകം. ഇതിന്റെ വേദി ഏതായിരുന്നു? ജബൽപൂർ ആയിരുന്നു. മധ്യപ്രദേശിലെ ജബൽപൂർ ആണ്. അതുപോലെ തന്നെ യോഗയെ പറ്റി പരാമർശിക്കുന്ന വേദം പി എസ് സി ചോദിക്കാറുണ്ട്. അത് ഋഗ്വേദാണ്. ഇന്ത്യക്ക് പുറത്തുള്ള യോഗ സർവകലാശാലന്റെ പേരാണ്. ഇന്ത്യക്ക് പുറത്ത് ആരംഭിച്ച യോഗ സർവകലാശാലയാണ്. ഇതും PYQ ആണ്. ലോസ് ഏഞ്ചലസിലാണ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലാണ് എന്ത് ചെയ്തത്? യോഗ സർവകലാശാല ആരംഭിച്ചത്. എവിടെയാണ്? ലോസ് ഏഞ്ചലസ്. അതെവിടെയാണ്? അമേരിക്കയിലാണ് അല്ലെ. അതായത് നമുക്കറിയാം അടുത്ത 2028 എന്താണ്, ഒളിമ്പിക്സിന്റെ വേദിയും കൂടിയാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടല്ലോ. 2028 ഒളിമ്പിക്സിന്റെ വേദിയും കൂടിയാണ് ഇത് ലോസ് ഏഞ്ചലസ് അല്ലെ. 2028 ലോസ് ഏഞ്ചലസ് നടക്കുന്ന എത്രാമത്തെ ഒളിമ്പിക്സ് ആണെന്ന് വെച്ചാൽ എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? 3ാമത്തെ ഒളിമ്പിക്സ് ആണ്. ഓൾറെഡി 1932 ആദ്യമായിട്ട് ലോസ് ഏഞ്ചലസിൽ ഒളിമ്പിക്സ് നടക്കുന്നത്. അതിനുശേഷം 1984 അല്ലെ, നമ്മളെ PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ആണ് 1984 ലോസ് ആഞ്ചലസ്. ഇത് 3ാമത്തെയാണ്. ഏതാണ്? 3ാമത്തെയാണ്. 2028 നടക്കുന്ന 3ാമത്തെ ഒളിമ്പിക്സ് ആണ് ലോസ് ആഞ്ചലസിൽ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ജൂൺ 21 വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. ലോക സംഗീത ദിനമാണ്. അതുപോലെ ലോക ജിറാഫ് ദിനം കൂടിയാണ്. ലോക സംഗീത ദിനം അതുപോലെ ലോക ജിറാഫ് ദിനമാണ്. ഒന്ന് ഓർത്തിരിക്കുക.
അതുപോലെ തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, എസ്എസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഗോ വേൾഡ് കപ്പ് അല്ലെ. നമുക്ക് മലയാളത്തിലാണ് നമ്മൾ എക്സാം ചെയ്താൽ പോലും, പക്ഷേ ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗോ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിൽ അല്ലേ. അപ്പം എന്താണ്, ദി ഇവന്റ് വാസ് ഹെൽഡ് ഇൻ ഡൽഹി. എന്താണ് വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ആണല്ലേ. അത് ശരിയാണല്ലോ, വേദി ന്യൂഡൽഹി ആയിരുന്നു. അതുപോലെ എന്താണ്, ഇന്ത്യ മെൻ ബീച്ച് നേപ്പാൾ വിത്ത് എ സ്കോർ ഓഫ് 78. ആ സ്കോർ ആണ് തന്നിട്ടില്ലേ. അതുപോലെ ഇന്ത്യ വുമൺ നേപ്പാൾ, ഇന്ത്യ ജയിച്ചേ നമുക്കറിയാം. രണ്ടിലും ഇന്ത്യ ആയിരുന്നു, പിന്നെ രണ്ട് റണ്ണേഴ്സ് അപ്പം ആരായിരുന്നു? നേപ്പാളായിരുന്നു. പക്ഷെ അവിടെ സ്കോർ ആണ് തന്നിട്ടില്ല ഫൈനലിൽ അല്ലേ. പക്ഷെ ഇതെന്തായാലും രണ്ടും തിരിച്ചാണ് തന്നിട്ടില്ല. എന്താണ്, ഇന്ത്യ മെൻ ജയിച്ച സ്കോർ 54-36 ഇത് ഇവിടെ തെറ്റാണ്. ഇത് ഇന്ത്യ വുമൺസ് ജയിച്ച സ്കോറാണ് 78-40. അപ്പോൾ ഈ രണ്ടും എന്താണ്, നേരെ തിരിച്ചാണ്, രണ്ടും എന്താണ്, തെറ്റാണ്. അപ്പോൾ ഉത്തരം ഏതാ വരിക? എ ഓൺലി ആണ് അല്ലേ, എ ഓൺലി ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാം, എന്താണ് ഡീറ്റെയിൽസിലോട്ട് പോവാം. എന്താണ്, ഗോ വേൾഡ് കപ്പ് 2025 പ്രഥമ വേൾഡ് കപ്പാണ്. ആദ്യമായിട്ടാണ് ഈ ഗോ വേൾഡ് കപ്പ് നടക്കുന്നത്. എന്നോട്ടായിരുന്നു? 2025 ജനുവരി 13 ടു ജനുവരി 19 വരെയാണ്. ജനുവരി 13 ടു ജനുവരി 19 വരെയാണ്. വേദി ന്യൂഡൽഹിയാണ്, ഇന്ത്യ. ഇതിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? തേജസ് ആൻഡ് താര. എന്താണ്? തേജസ് ആൻഡ് താരയായിരുന്നു. ഇതിന്റെ ആപ്തവാക്യം ദി വേൾഡ് ഗോസ് ഗോ. എന്താണ്? ദി വേൾഡ് ഗോസ് ഗോ എന്നാണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സൽമാൻ ഖാൻ ആയിരുന്നു. ബ്രാൻഡ് അംബാസിഡർ സൽമാൻ ഖാൻ ആണ്. അതുപോലെ പുരുഷ ജേതാക്കൾ നമ്മൾ പറഞ്ഞു. പുരുഷ വനിതാ ജേതാക്കൾ രണ്ടും ഇന്ത്യയാണ്. റണ്ണേഴ്സ് അപ്പ് രണ്ടും ആരാണ്? നേപ്പാളാണ്. ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ട കാര്യം, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? പ്രതീക് വൈഗർ ആണ്. അതുപോലെ ഈ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടീമിൽ അംഗമായിട്ടുള്ള ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ബി നിഖിലാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ബി നിഖിൽ. ഓക്കെ. ഫൈനലിൽ പരാജയപ്പെടുത്തിയതാണ് 54-36 എന്നുള്ള സ്കോറിനാണ്. 54-36 എന്ന സ്കോറിന് നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യൻ പുരുഷ എന്ത് ചെയ്യുന്നത്? ലോക ചാമ്പ്യന്മാരാവുന്നത്. ഏതിലാണ്? ഗോ വേൾഡ് കപ്പിൽ. ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ വനിതാ ജേതാക്കൾ ഇന്ത്യയാണ്, നേപ്പാളാണ്. ക്യാപ്റ്റന്റെ പേരെന്താണ്? റണ്ണേഴ്സ് അപ്പ് നേപ്പാളാണ്. ക്യാപ്റ്റൻ ആരാണ്? പ്രിയങ്ക ഇംഗ്ലെയാണ്. ആരാണ്? പ്രിയങ്ക ഇംഗ്ലെ. സ്കോർ ഏതാണ്? നേരത്തെ പറഞ്ഞു അല്ലേ, നെക്സ്റ്റ് അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു 78-40 78-40 ആണ്. ഓക്കെ. അതുപോലെ ഇന്ത്യൻ ഗോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ആരാന്ന് വെച്ചാലാണ് ഒഡീഷ സർക്കാരാണ്. ആരാണ്? ഒഡീഷ സർക്കാർ. അതുപോലെ തന്നെ ഇന്ത്യൻ ഹോക്കി ടീമിനെ സ്പോൺസർ ചെയ്യുന്നതും ആരെന്നെയാണ്? ഒഡീഷ സർക്കാരാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാഞ്ചി ആണല്ലോ. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയാണ്. ഒഡീഷയുടെ തലസ്ഥാനം ഏതാണ്? ഭുവനേശ്വർ ആണല്ലേ. ഭുവനേശ്വർ. ഒഡീഷയിലെ മേജർ തുറമുഖം ഏതാണ്? ഒഡീഷയിലേക്ക് മേജർ തുറമുഖം എന്ന് പറഞ്ഞാൽ ഏതാണ്? പാരദീപ് ആണല്ലേ. ഏതാണ്? പാരദീപാണ്. ഓക്കെ. അതുപോലെ ഗോഗായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ. ഈ ഗോഗോ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പൂനെയിലാണ്. ഇവിടെ ആദ്യമായിട്ട് ആരംഭിച്ച എവിടെയായിരുന്നു? പൂനെയിലാണ്. ഇതിലെ കളിക്കാരുടെ എണ്ണം ഫീൽഡിൽ 9 കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ 9 ആണ്. ഫീൽഡിൽ 9 ആൾക്കാരാണ്. പക്ഷെ ഒരു ടീമിൽ 12 പേരുണ്ടാവും. അറ്റ് എ ടൈം ഒരു 9 പേരാണ് ഫീൽഡിൽ ഉണ്ടാവുക അല്ലെ, ഗ്രൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 9 തന്നെ എഴുതാം. ചോദിക്കാറുണ്ടല്ലേ കളിക്കാരുടെ എണ്ണയൊക്കെ. ഓക്കെ. അതേപോലെ ഗോഗയുടെ ആദ്യ റൂൾ ബുക്ക് എഴുതിയതാണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഗോഗയുടെ ആദ്യ റൂൾ ബുക്ക് എഴുതിയ, റൂളിന്റെ നിയമങ്ങളൊക്കെ എഴുതിയാലാണ് ബാലഗംഗാധര തിലകാണ്. 1914 ഡെക്കാൻ ജിങ്കാന ക്ലബ്ബ് പൂനെ. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇതും ഒരു നല്ലൊരു പോയിന്റ് ആണ്. അതായത് എന്താണ്, 1936 ബെർലിൻ ഒളിമ്പിക്സ് ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഒളിമ്പിക്സ് ആണ് ഇത്. 1936 ബെർലിൻ ഒളിമ്പിക്സ് അല്ലേ. ആ ഒളിമ്പിക്സിൽ ഇന്ത്യയിലെ പരമ്പരാഗത ഗെയിമുകൾക്കൊപ്പം ഗോഗോയും എന്തിട്ടുണ്ടായിരുന്നു? പ്രദർശിപ്പിച്ചിരുന്നു. അതെന്താണ് ഈ 1936 ബെർലിൻ ഒളിമ്പിക്സിന്റെ പ്രത്യേകത അല്ലേ. ഈ പറഞ്ഞ നാസിസവും ഫാസിസം ഒക്കെ ഉള്ള ടൈമാണ്. അതായത് ജർമ്മനിയിലാണ്. ബെർലിൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലാണ്. ആ സമയത്ത് ഹിറ്റ്ലർ ആണ് ജർമ്മനിയിലെ ഭരണാധികാരി അല്ലെ, ചാൻസലർ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒളിമ്പിക്സിന് അത്രയും ലോകശ്രദ്ധ നേടിയ ഒളിമ്പിക്സ് ആണ് 1936 ബെർലിൻ ഒളിമ്പിക്സ് അല്ലേ. അപ്പോൾ ബെർലിൻ ഒളിമ്പിക്സിലാണ്, ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്നൊക്കെ നമ്മൾ ഒരാൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. ആരാണത് ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്നറിയപ്പെടുന്നത്? അത് ജെസ്സി ഓവൻസ് ആണ്. അമേരിക്കയുടെ ഓട്ടക്കാരനായിട്ടുള്ള ജെസ്സി ഓവൻസ് ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹീറോ എന്ന് വിളിക്കുന്നത് വെച്ചാൽ അമേരിക്കയും എന്താണ് ജർമ്മനിയൊക്കെ പറഞ്ഞ ഓപ്പോസിറ്റ് ചേരിയായിരുന്നു ഈ പറഞ്ഞ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. ആ സമയത്താണ് ഒരു അമേരിക്കക്കാരൻ പോയിട്ട് ഈ ഹിറ്റ്ലറിന്റെ ഫ്രണ്ട് വെച്ചിട്ട് ഹിറ്റ്ലർ ആ വേദിയിൽ ഇരിക്കുമ്പോൾ ഒരു 4 സ്വർണ്ണ മെഡൽ നേടുന്നത് അല്ലേ. അതാരാണ്? ജെസ്സി ഓവൻസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് വിളിക്കുന്നത്? ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്ന് വിളിക്കുന്നത് അല്ലേ. അതുപോലെ ഈ ബെർലിൻ ഒളിമ്പിക്സിൽ തന്നെ ഇന്ത്യക്ക് ഹോക്കിയിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? സ്വർണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോക്കിയിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് 3ാമത്തെ തവണയാണ്. ആദ്യമായിട്ട് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. പിന്നീട് 1932 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ്, പിന്നെ 36 ബെർലിൻ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് എന്ത് കിട്ടി? സ്വർണം കിട്ടി. അപ്പോൾ ആ ടൈമിൽ ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? ധ്യാൻചന്ദ് അല്ലെ. ധ്യാൻചന്ദ് ക്യാപ്റ്റൻ ആയിരുന്നു. ബാക്കി 2 ടീമിലും ധ്യാൻചന്ദ് ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ ആയിരുന്നില്ല. ധ്യാൻചന്ദ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഇന്ത്യക്ക് കിട്ടിയ മെഡൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്വർണ്ണ മെഡലാണ്. ഏത്? 36 ഏതാണ്? 36
ബെർലിൻ ഒളിമ്പിക്സിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ 28 ആദ്യത്തെ ജയ്പാൽ സിംഗ് അല്ലെ ചോദിക്കാറുണ്ട്. പ്രഥമ ഇന്ത്യ ആദ്യമായി ഹോക്കിയിൽ സ്വർണ്ണം നേടിയപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നു ജയ്പാൽ സിംഗ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ കബഡി കഴിഞ്ഞാൽ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ജനപ്രിയമായ ഒരു പരമ്പരാഗത കായിക വിനോദമാണ് ഇത് ഗോഗോ എന്ന് പറഞ്ഞാൽ. അതുപോലെ 2025 ദേശീയ, ഇത് നമ്മൾ ഗോഗോ ലോകകപ്പാണ് പറഞ്ഞത്. അതുപോലെ ദേശീയ സീനിയർ ഗോഗോ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേദി എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ഒഡീഷയാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ വേദി എവിടെയായിരുന്നു? ഒഡീഷ ആയിരുന്നു എന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. നമ്മൾ ഓരോ വീഡിയോയിൽ ഓരോ ഇൻഡെക്സുകൾ വെച്ച് പറയുന്നുണ്ട് അല്ലേ. പ്രസ് ഫ്രീഡം ഇൻഡെക്സും അതേപോലെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അതുപോലെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. അതായത് ലോക ജെൻഡർ അല്ലേ അന്തര സൂചികയാണ്. ജെൻഡർ അന്തര സൂചികയാണ്. അതായത് എന്താണ്, സ്ത്രീ പുരുഷ തുല്യതയായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പറഞ്ഞ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ലോക സാമ്പത്തിക ഫോറം അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം ആണ് എന്ത് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ആരാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? വേൾഡ് എക്കണോമിക് ഫോറം ആണ്, ലോക സാമ്പത്തിക ഫോറം ആണെന്ന് ഓർത്തിരിക്കുക. 146 രാജ്യങ്ങളുടെ പട്ടികയാണ് 2025 തയ്യാറാക്കിയത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുക. ഇന്ത്യയുടെ സ്ഥാനത്തിനാണ് 131. ഇന്ത്യയുടെ സ്ഥാനത്തിനാണ് 131. 2024 എത്രയായിരുന്നു? 129. അതായത് 2 സ്ഥാനം പിറകോട്ടാണ് ഇന്ത്യ പോയത് അല്ലേ. 129 ഇന്ത്യ എത്രയാണ്? ഇപ്പോൾ 131 2025 വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒന്നാമത് ഏതാണ്? ഐസ്ലാൻഡ് ആണല്ലേ. ഇങ്ങനെയുള്ള പൊതുവെ ഈ പറഞ്ഞ സൂചികയിലേക്ക് പൊതുവെ 1-ാം സ്ഥാനത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഐസ്ലാൻഡ് ആണ്. ഒന്നാമതാരാണ്? ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡിന്റെ തലസ്ഥാനം ഏതാണ്? റെയ്ക്ക്ജാവിക് ആണ്. ഐസ്ലാൻഡിന്റെ തലസ്ഥാനം ഏതാണ്? റെയ്ക്ക്ജാവിക് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. രണ്ടാമത് ഏതാണ്? ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ് തലസ്ഥാനം നമുക്കറിയാം ഹെൽസിങ്കി ആണ് അല്ലേ. ഹെൽസിങ്കി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഹെൽസിങ്കി. 1952 ഒളിമ്പിക്സിന്റെ വേദിയായിരുന്നു ഏത്? ഹെൽസിങ്കി. 1952 ഒളിമ്പിക്സിൽ. അതിനെന്താ പ്രത്യേകത? ആ ഒളിമ്പിക്സിലാണ് സ്വാതന്ത്ര്യശേഷം ഇന്ത്യക്ക് ആദ്യമായി എന്ത് കിട്ടുന്ന ഒരു വ്യക്തിഗത മെഡൽ കിട്ടുന്നത്. സ്വാതന്ത്ര്യശേഷം ഇന്ത്യക്ക് ആദ്യമായിട്ട് വ്യക്തിഗത മെഡൽ കിട്ടിയ ഒളിമ്പിക്സ് ആണ് ഇത് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ് അല്ലേ. വ്യക്തിഗത മെഡൽ നേടിയ വ്യക്തി ആരാണ്? KD ജാദവ് ആണ്. ആരാണ്? KD ജാദവ് അല്ലേ. ഏതിലാണ്? ഗുസ്തിയിലാണ്. ഏത് മെഡലാണ്? വെങ്കല മെഡലാണ്. ഗുസ്തിയിൽ വെങ്കല മെഡലാണ്. ഗുസ്തി വെങ്കല മെഡൽ. അതായത് സ്വാതന്ത്ര്യശേഷം ഇന്ത്യക്ക് ആദ്യമായി വ്യക്തിഗത മെഡൽ ലഭിച്ച ഒളിമ്പിക്സ് ആണ് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. KD ജാദവ് ഗുസ്തി വെങ്കലം. പക്ഷേ സ്വാതന്ത്ര്യശേഷം ഇന്ത്യക്ക് ആദ്യമായി മെഡൽ ലഭിച്ച ഒളിമ്പിക്സ് ചോദിക്കുകയാണെങ്കിൽ അത് 1948 ലണ്ടൻ ഒളിമ്പിക്സ് ആണ്. ആ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു വ്യക്തിഗത വിനയല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തു പിടിച്ച് വ്യക്തിഗത മെഡൽ നേടി സ്വാതന്ത്ര്യശേഷം വ്യക്തിഗത മെഡൽ ലഭിച്ച ആദ്യ ഒളിമ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുത്തവിടെ പഠിക്കുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഈ പറഞ്ഞ ഇൻഡെക്സിൽ ഒന്നാമത് ഐസ്ലൻഡ് ആണ്. രണ്ടാമത് ഫിൻലൻഡ് ആണ്. മൂന്നാമതാരാണ്? നോർവേ ആണ്. ഏതാണ്? നോർവേ ആണ് അല്ലേ. നോർവേന്റെ തലസ്ഥാനം ഓസ്ലോ ആണ്. അതുപോലെ ഇന്തോ നോർവീജിയൻ പ്രൊജക്ട് അല്ലേ. മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്തോ നോർവീജിയൻ പ്രൊജക്ട് വരുന്നത്. അതെവിടെയാണ്? നീണ്ടകരയാണ്. അത് ഇന്തോ സിസ് പ്രൊജക്ട് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് മാട്ടുപ്പെട്ടിയാണ് അല്ലേ. കന്നുകാലി പൈതൃക ഗ്രാമമാണ് ഇത് മാട്ടുപ്പെട്ടി അല്ലേ. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമാണ് ഇത് മാട്ടുപ്പെട്ടി ഡാം അല്ലേ. ഇടുക്കി ജില്ലയിലാണല്ലേ വരിക. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ 4ാമത് UK, 5ാമത് ന്യൂസിലൻഡ് ആണ്. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. 16 വർഷമായിട്ട് ഇപ്പോൾ 2024 ചോദിക്കുകയാണെങ്കിലും 16 വർഷമായിട്ട് ആരെന്നെയാണ്? ഐസ്ലൻഡ് തന്നെയാണ് 1-ാം സ്ഥാനത്തുള്ളത്. ഈ ഒരു ഇൻഡെക്സിൽ 16 വർഷമായിട്ട് ഐസ്ലൻഡ് തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം. ഈ സ്പോർട്സ് ലോകകപ്പ് 2025 ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. ഓൺലൈനാണ് ഈ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ഓൺലൈൻ ഇതിനെ സൂചിപ്പിക്കാനാണ് ഈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സ്പോർട്സ് ആയിരിക്കും. അതായത് ഓൺലൈൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? വീഡിയോ ഗെയിമർമാർക്കുള്ള ഒരു ലോകകപ്പാണ്. വീഡിയോ ഗെയിമർമാർക്കുള്ള ഒരു വേദി അല്ലെങ്കിൽ വേൾഡ് കപ്പാണ് ഏതെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് ലോകകപ്പ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യയിൽ റിയാദാണ്. ഇത് രണ്ടാമതാണ്. ആദ്യത്തെ നടന്നത് 2024 റിയാദിൽ തന്നെയായിരുന്നു. എന്താണ്? രണ്ടാമതാണ്. വേദി എവിടെയാണ്? റിയാദാണ്. അപ്പം ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള 2025 എന്താണ്? ഈ സ്പോർട്സ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ് ചോദിക്കാൻ സാധ്യത. ആരാണ് ബ്രാൻഡ് അംബാസിഡർ? ആരാണത്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ആരാണ് ബ്രാൻഡ് അംബാസിഡർ? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണല്ലോ. പോർച്ചുഗീസ് ഫുട്ബോൾ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. നമുക്കറിയാം നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ നാസറിന് വേണ്ടിയിട്ടാണ് ആര് കളിക്കുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്ലബ്ബ് ഏതാണ്? അൽ നാസർ ആണ്. സൗദി പ്രോ ലീഗ് അല്ലെ. സൗദി പ്രോ ലീഗിൽ അൽ നാസർ എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ആര് കളിക്കുന്നത്? നിലവിൽ ക്രിസ്ത്യാനോ
ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നത്. അദ്ദേഹത്തിനെയാണ് ഈ പറഞ്ഞ സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ഈ സ്പോർട്സ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് എന്ത് ചെയ്ത് നിയമിച്ചതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ അൽ നാസർ സൗദി പ്രോ ലീഗിലാണെങ്കിൽ, അതുപോലെ തന്നെ ലയണൽ മെസ്സി അതുകൂടി പഠിച്ചു. ലയണൽ മെസ്സി നിലവിൽ എവിടെയാണ് കളിക്കുന്നത്? MLS എന്ന് പറയില്ല, മേജർ ലീഗ് സോക്കർ, അതായത് ഈ അമേരിക്കയിലാണ് കളിക്കുന്നത്. അമേരിക്കയിലേക്കാണ് ഇന്റർ മിയാമി, അമേരിക്കയിലെ ക്ലബ്ബായിട്ടുള്ള MLS ആണ്. അവിടുത്തെ ലീഗ് അറിയപ്പെടുന്ന MLS ആണ്, മേജർ ലീഗ് സോക്കർ ആണ്. അതായത് അമേരിക്കയിൽ ഫുട്ബോൾ അറിയപ്പെടുന്നത് സോക്കർ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഫുട്ബോൾ അറിയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് MLS ഏത് ക്ലബ്ബാണ്? ഇന്റർ മിയാമി ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെസ്സിന്റെ ക്ലബ്ബ് ഏതാണ്? ഇന്റർ മിയാമി ആണ്. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ക്ലബ്ബ് ഏതാണ്? അൽ നാസർ ആണ്. ആരാണ്? അൽ നാസർ ആണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഈ സ്പോർട്സ് വേൾഡ് കപ്പ് ഫൗണ്ടേഷൻ ആണ്. ആരാണ് സംഘടിപ്പിക്കുന്നത്? ഈ സ്പോർട്സ് വേൾഡ് കപ്പ് ഫൗണ്ടേഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി കൊടുക്കുക. റീസെന്റ് കറണ്ട് അഫെയർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണത്? തലശ്ശേരിയിലാണ്. എവിടെയാണ്? തലശ്ശേരിയിലാണ്. കേരളത്തിൽ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണത്? അത് തലശ്ശേരിയിലാണ്. എവിടെയാണത്? തലശ്ശേരിയിലാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ് പറയാൻ പോകുന്നത്. PSC ചോദിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ 2025 27ാമത് ഫിലിം ഫെസ്റ്റിവലാണ്. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മലയാള സിനിമ ഉണ്ട്. അതേതാണ്? വിക്ടോറിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര്, വിക്ടോറിയ. അതായത് ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ കൂടിയാണ് ഇത് വിക്ടോറിയ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഏക ഇന്ത്യൻ സിനിമയാണ് വിക്ടോറിയ. അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ എന്ന് വെച്ചാൽ ഏതന്നെയാണ്? വിക്ടോറിയാണ്. ഇതിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ശിവരഞ്ജിനി ജെ ആണ്. സംവിധാനം ആരാണ്? ശിവരഞ്ജിനി ജെ ആണ്. ഇവരുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ഇത്. ശിവരഞ്ജിനി ജെന്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ഇത്, വിക്ടോറിയ. ഓക്കെ, ഇത് നിർമ്മിച്ചത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. നിർമ്മിച്ചാരാണ്? കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. അതായത് വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലെ. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ പഠിക്കണം. റീസെന്റ് കറണ്ട് അഫെയർ ആണ്. അതായത് അടുത്തിടെ കഴിഞ്ഞ ദിവസമാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ KSFDCന്റെ പുതിയ ചെയർമാനായിട്ട് ആരെ നിയമിച്ചത്? സംവിധായകൻ K. മധുവിനെ നിയോഗിച്ചത്. K. മധു. അപ്പോൾ നിലവിലെ ചെയർമാൻ K. മധു ആണ്. അത് ഈ അടുത്ത ASM എക്സാമിനൊന്നും അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം മുൻ ചെയർമാൻ ആയിരുന്ന ഷാജി N. കരുൺ അദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു പദവി വേക്കൻ്റ് ആയിരുന്നു. ആ പദവിയിലേക്കാണ് സംവിധായകൻ K. മധുവിനെ എന്ത് ചെയ്തത്? കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തത്? അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിച്ചതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പറഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ ടാലന്റ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ മലയാള നടിയാണ് ആര്? മീനാക്ഷി ജയൻ. ഈ വിക്ടോറിയ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയത്തിന് മീനാക്ഷി ജയനാണ് ഈ പറഞ്ഞ ടാലന്റ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ഏഷ്യൻ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ടാലന്റ് പറഞ്ഞാൽ ഏഷ്യൻ ടാലന്റ് എന്നാട്ടോ വരിക. അത് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്സായതാണ്. ഏഷ്യൻ ടാലന്റ് വിഭാഗം എന്നാണ്. ഏഷ്യൻ ടാലന്റ് വിഭാഗം എന്ന് അവിടെ ആഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്കൊക്കെ അറിയാം അഹമ്മദാബാദ് വിമാന ദുരന്തം അല്ലേ. ഒരു ധാരണയായിട്ടുള്ള സംഭവമായിരുന്നു ഇത്, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം. അപ്പം നമുക്കത് ഏത് എയർപോർട്ടാണ്? അഹമ്മദാബാദ് എയർപോർട്ടാണ്. ആ എയർപോർട്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടാണെന്ന് ഓർത്തിരിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ എവിടെയാണത്? അഹമ്മദാബാദിലാണ്. അവിടെ 2025 ജൂൺ 12-നാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്, അല്ല ഒരു വിമാന ദുരന്തം സംഭവിക്കുന്നത്. അപ്പോൾ ഏതാണ് വിമാനം എന്ന് PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ബോയിങ് 787 അല്ലെ, 787. ബോയിങ് 787 ഡ്രീം ലൈനർ AI-171. ഇത് ഓർത്തിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും ചെയ്യുള്ളൂ. ചിലപ്പോൾ ബോയിങ് AI-179 അങ്ങനെയൊക്കെ തരുള്ളൂ. അതുകൊണ്ട് ഈ പേരൊന്ന് മുഴുവനായിട്ട് പഠിക്കുക. ബോയിങ് 787 ഡ്രീം ലൈനർ AI-171 ഓർത്തിരിക്കുക. അതുപോലെ അഹമ്മദാബാദ് ടു ലണ്ടൻ വരെ പോകുന്ന വിമാനമാണ് എന്ത് ചെയ്തത്? അപകടത്തിൽപ്പെട്ടത്. അത് BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ കെട്ടിടത്തിലേക്ക് തകർന്നു വിട്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇത് മാറുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. ഇതിൽ കൊല്ലപ്പെട്ട ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? വിജയ് രൂപാണി. ആരാണ്? വിജയ് രൂപാണിയാണ്. അദ്ദേഹം 2016 മുതൽ 2021 വരെ ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. 2016
2016 to 2021 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ 2006 to 2012 വരെ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം കൂടിയായിരുന്നു ആര്? വിജയ് റൂപാണി അല്ലേ. നിലവിലെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ്? ഭൂപേന്ദ്ര പട്ടേലാണ്. ആരാണ്? ഭൂപേന്ദ്ര പട്ടേലാണ്. 2021 മുതൽ ആരാണ്? ഭൂപേന്ദ്ര പട്ടേലാണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ച മലയാളി നേഴ്സിന്റെ പേരാണെന്താണ്? രഞ്ജിതയാണ്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിതയാണ്. അതുപോലെ അപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായി നിയമിതനായ 12 അംഗ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാരാണ്? ഗോവിന്ദ് മോഹനാണ്. ആരാണ്? ഗോവിന്ദ് മോഹനാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു നോക്കുക. PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, അവ അറിയപ്പെടുന്ന പേരുകൾ. അതായത് മുംബൈയിലെ വിമാനത്താവളത്തിൻ്റെ പേരാണെന്ത്? ഛത്രപതി ശിവജി. അതുപോലെ ബാംഗ്ലൂർ കെമ്പഗൌഡയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ചൗധരി ചരൺ സിംഗ് എവിടെയാണ്? ലക്നൌവിലാണ്. ദേവി അഹല്യാബായ് ഹോൾക്കർ എവിടെയാണ്? ഇൻഡോർ ആണ്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയിലാണ്. ദബോളിൻ എവിടെയാണ്? ദബോളിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഗോവയിലാണ്. ബിജു പട്നായിക് എവിടെയാണ്? ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? ഭുവനേശ്വറിലാണ്. എവിടെയാണ്? ഭുവനേശ്വറിലാണ്. അതുപോലെ തന്നെ ഗോപിനാഥ് ബർദോളി ഗോപിനാഥ് ബർദോളി നീക്കം ആസാമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പേര് പഠിച്ചിട്ടുള്ളത്. എവിടെയാണ്? ആസാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗുവാഹത്തിയിലെ എയർപോർട്ടിന്റെ പേരാണ് ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട്. അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി എവിടെയാണ്? വാരണാസിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് വാരണാസിയിൽ. രാജീവ് ഗാന്ധിന്റെ പേര് എവിടെയാണ്? ഹൈദരാബാദിലാണ്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്, ഹൈദരാബാദിലാണ്. അപ്പോൾ ഹൈദരാബാദ് സ്റ്റേഡിയവും അതുപോലെ തന്നെ എന്താണ് ക്രിക്കറ്റ് സ്റ്റേഡിയം അതുപോലെ എയർപോർട്ടും ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? രാജീവ് ഗാന്ധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണത്? നാഗ്പൂർ ആണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നാഗ്പൂരിലാണ്. ജയപ്രകാശ് നാരായണൻ PYQ ആണ്. എവിടെയാണ്? പാറ്റ്നയിലാണ്. ബീഹാറിന്റെ തലസ്ഥാനമായിട്ടുള്ള പാറ്റ്നയിലാണ്. വീർ സവർക്കർ ഇതും PYQ ആണ്. പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാന്റെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് ബ്ലെയർ ആണ്. ബിർസ മുണ്ട ഇതും PYQ ആണ്. എവിടെയാണ്? റാഞ്ചിയിലാണ്. അഗത്തി എയർപോർട്ട് എവിടെയാണ്? ഇതും ചോദിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഗത്തിയിലാണ്. എവിടെയാണ്? അഗത്തി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? അത് ലക്ഷദ്വീപിലാണ്. അഗത്തിയിലാണ്. ലക്ഷദ്വീപിൽ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? അഗത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പുരളിയ വാന നിരീക്ഷണ കേന്ദ്രം. അതായത് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കിഴക്കൻ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രമാണ് എവിടെ സ്ഥാപിതമായത്? പുരളിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിതമായത്. അത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓൾറെഡി ഇന്ത്യയിലെ ഓൾറെഡി 5 ഉണ്ട്. 6ാമത്തേതായിട്ടാണ് ഏത് വന്നത്? പുരളിയ വാന നിരീക്ഷണ കേന്ദ്രം വന്നത്. അപ്പോൾ ഓൾറെഡി 5 ഒന്ന് പഠിച്ചു വെക്കുക. ഒന്ന് ലഡാക്കിലാണ്. ഇവിടെ എന്ന് വെച്ചാൽ ലഡാക്ക് തന്നെയാണല്ലോ, കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കിലാണ്. 2 നൈനിറ്റാൾ ഉത്തരാഖണ്ഡ്. മൗണ്ട് അബു രാജസ്ഥാനിലെ ഒരു സുഖവാസ കേന്ദ്രമാണല്ലോ മൗണ്ട് അബു രാജസ്ഥാൻ. അതുപോലെ ഗിർവാലി മഹാരാഷ്ട്ര. കാവലൂര് തമിഴ്നാട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പുരളിയ വാന നിരീക്ഷണ കേന്ദ്രം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാലാണ്? സത്യേന്ദ്രനാഥ ബോസ് ആണ്. ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? സത്യേന്ദ്രനാഥ ബോസിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അടുത്തെന്താണ്? ICC അവാർഡാണ്. ICC ക്രിക്കറ്റ് പുരസ്കാരമാണ്. 2024 ആ വർഷത്തെ മികച്ച പ്ലേയേഴ്സിന് കൊടുത്ത പുരസ്കാരമാണ്. അപ്പോൾ 2024 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച പുരുഷ താരവും മികച്ച വനിതാ താരവും. മികച്ച പുരുഷ താരമായിരുന്നു ജസ്പ്രീത് ബുംറയാണ്. ഇന്ത്യൻ്റെ ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അതേപോലെ മികച്ച പുരുഷ താരം നൽകുന്ന ട്രോഫിന്റെ പേരാണ് സാർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി. അതുപോലെ മികച്ച വനിതാ താരം, ഈ പേരൊന്ന് ഓർത്തിരിക്കുക. ഇത് ചിലപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാവും, പക്ഷേ ഈ പേരൊന്ന് ഓർത്തിരിക്കുക. അമേലിയ കെർ ആണ്. രാജ്യം ഏതാണ്? ന്യൂസിലാൻഡാണ്. രാജ്യം കൂടി പഠിക്കുക. ചിലപ്പോൾ അമേലിയ കെർ ഏത് രാജ്യക്കാരി എന്നായിരിക്കും ചോദിക്കുക. അതേതാണ്? ന്യൂസിലാൻഡിന്റെ വനിതാ ക്രിക്കറ്റ് താരമായിട്ടുള്ള അമേലിയ കെർ ആയിരുന്നു ICCന്റെ അവാർഡിൽ 2024 മികച്ച വനിതാ താരമായിട്ട് എന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തത്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ നൽകുന്ന ട്രോഫി ഏതാണ് വനിതാ താരത്തിന്? റേച്ചൽ ഹൊയങ് ഹോ ഫ്ലിന്റ് ട്രോഫി. ഫ്ലിന്റ് ട്രോഫിയാണ്. ഓക്കെ. അതുപോലെ മികച്ച 2020 താരം ഹർഷദീപ് സിംഗ് ആണ്. ഇന്ത്യയുടെ ഓർത്തിരിക്കുക, ഹർഷദീപ് സിംഗ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ജസ്പ്രീത് പ്രീമിയർ IPL ടീം എന്ന് ഓർക്കുക, മുംബൈ ഇന്ത്യൻസ് ആണ്. ഹർഷദീപ് സിംഗ് ഏതാണ്? പഞ്ചാബ് കിങ്സ് ആണ്. ഓർത്തിരിക്കുക. ഓക്കെ. അതിൽ വനിതാ 2020 താരമാണ്? അമേലിയ കെർ ആണ്. പുരുഷ ടെസ്റ്റ് താരം ചോദിച്ചാരാണത്? അത് ജസ്പ്രീത് ബുംറ ആയിരുന്നു. ടെസ്റ്റ് താരവും മികച്ച താരവും ജസ്പ്രീത് ബുംറ. 2020 താരവും മികച്ച വനിതാ താരവും അമേലിയ കെർ. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ഇനി മികച്ച ഏകദിന താരം കൂടി നമ്മളൊന്ന് പഠിക്കണം. പുരുഷ ഏകദിന താരമായിരുന്നു അസ്മത്തുള്ള ഒമർ സായി. അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുള്ള ഒമർ സായി ആണ് മികച്ച പുരുഷ ഏകദിന താരം. അസ്മത്തുള്ള ഒമർ സായി, അഫ്ഗാനിസ്ഥാൻ. വനിതാ ഏകദിന താരം ഓർത്തിരിക്കാം, നമ്മുടെ ഇന്ത്യൻ്റെ
സ്മൃതി മന്ദാനിയാണ്. ഇന്ത്യയുടെ ആരാണ്? സ്മൃതി മന്ദാനിയാണ് അല്ലേ? ഇന്ത്യൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ആരാണ്? സ്മൃതി മന്ദാനിയാണ്. ആരാണ്? സ്മൃതി മന്ദ ഓപ്പണിംഗ് ബാറ്റർ ആയിട്ടുള്ള സ്മൃതി മന്ദാനിയാണ്, ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സ്മൃതി മന്ദാനിക്ക് ഈയിടയ്ക്ക് ഒരു റെക്കോർഡും കൂടി കിട്ടി. എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. അതായത് 2020 ടെസ്റ്റ്, അതുപോലെ തന്നെ ഏതാണ്? ഏകദിനം. ഈ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? സ്മൃതി മന്ദാന. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ അടുത്തിടെയാണ് എന്ത് ചെയ്തത്? ടെസ്റ്റ് ക്രിക്കറ്റും കൂടി ആരംഭിച്ചത്. അപ്പോൾ ഈ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത വെച്ചാൽ സ്മൃതി മന്ദാനയാണ്. മഹാരാഷ്ട്ര സ്വദേശിയാണ്. അതുപോലെ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാലാണ് അത് സുരേഷ് റൈനയാണ്. ആരാണ്? സുരേഷ് റൈനയാണ്, ഓർത്തിരിക്കുക അല്ലെ? സുരേഷ് റൈനയാണ്, ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്? പക്ഷേ ഇത് മാറരുത്. ഇത് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വനിതാ ടീം ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് അല്ലെ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലോട്ട് വരും, പുരുഷ ക്രിക്കറ്റ് ടീമിലോട്ട് വരികയാണെങ്കിൽ എന്താണ്? ടെസ്റ്റ് ടീമിൻ്റെ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. 2020 ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. ഏകദിന ടീം ആരാണ്? രോഹിത് ശർമ്മയാണ്. പരിശീലകൻ ആരാണ്? ഗൗതം ഗംഭീർ ആണ് അല്ലെ? ഗൗതം ഗംഭീർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾറെഡി നമ്മൾ ചെനാബ് പാലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ റെയിൽവേ പാലം ചോദിച്ചാൽ ഏതാണ് നമ്മൾ പറയുക? ചെനാബ് പാലാണ്. ഏതാണ്? ചെനാബ് പാലാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം ചോദിച്ച ഏതാണത്? അതേതാണ്? നോനി പാലാണ്. ഏതാണ്? നോനി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലമാണ് ഇത്, നോനി പാലം അല്ലെ? അതെവിടെയാണ്? മണിപ്പൂരിലാണ്. 141 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ആലിംഗ് നദിക്ക് കുറുകെ. ഏത് നദിക്ക് കുറുകെയാണ്? മണിപ്പൂരിൽ ആലിംഗ് നദിക്ക് കുറുകെയാണ്. 703 മീറ്ററാണ് ഇതിൻ്റെ നീളം, ഓർത്തിരിക്കുക. ചെനാബ് പാലം നമ്മൾ ഓൾറെഡി സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ചെനാബ് പാലം. അത് കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? കാണാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചെനാബ് പാലം എന്ന് പറഞ്ഞത്. ഓക്കെ. ഈ ലാസ്റ്റ് പോയിന്റ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ടേൺ ടു സക്സസ് എന്ന പേര് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യും. അപ്പോൾ താല്പര്യമില്ല ആൾക്കാർ എന്ത് ചെയ്യുക? ടെലിഗ്രാമിലും കൂടി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും സജഷൻസ് ആണെങ്കിലും നിങ്ങളത് പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വീണ്ടും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ ലാസ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഒരു പേപ്പർ കട്ടിങ്സ് ആണ്. അതായത് സംസ്ഥാന GDP അല്ലെ? സംസ്ഥാന GDP GSTP എന്ന് പറയും. എന്താണ്? സംസ്ഥാന GDPയിൽ തലപ്പൊക്കത്തോടെ മഹാരാഷ്ട്ര. ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഇത് കേരളത്തിൻ്റെ സ്ഥാനമൊക്കെ ചോദിക്കും. കേരളം 11ാം സ്ഥാനത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡറൊക്കെ നോക്കുകയാണ്. നമുക്ക് കാണാം ഒരു മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കർണാടക, പശ്ചിമ ബംഗാൾ. 11ാമതാണ് ഇവർ കേരളം വരിക അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം. അതായത് ഗ്രോസ് എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിനെയാണ് GSDP എന്ന് പറയുന്നത്. അതായത് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് ആരാണ്? മഹാരാഷ്ട്രയാണ്. 1ാം സ്ഥാനത്ത് ആരാണ്? മഹാരാഷ്ട്രയാണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം ഉത്തർപ്രദേശ്, 4ാം സ്ഥാനം കർണാടക. മസ്റ്റായിട്ട് നിങ്ങൾ ആദ്യത്തെ 4 പഠിക്കണം. കാരണം മേബി PSC ഓർഡറിലായിരിക്കും നമ്മളോട് ചോദിക്കുക. താഴെ പറയുന്ന സംസ്ഥാനങ്ങളെ ഇതിൻ്റെ ഓർഡറിൽ ക്രമീകരിക്കുക അല്ലെ? എന്താണ് GSDPൻ്റെ ശരിയായ ക്രമത്തിൽ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് 4 അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കർണാടക. കേരളത്തിലാണ് 11ാം സ്ഥാനത്താണ്. കേരളത്തിലാണ് 11ാം സ്ഥാനത്താണ്. GDP നമുക്കറിയാം എന്താണ് GDP NDP അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. GDP എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിന് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിനകത്ത് നിർമ്മിക്കുന്ന ചരക്കുകളെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് പറയുന്നത്. രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തിൽ വരിക? GDPയിൽ വരിക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയേണ്ടി വരും. നമുക്ക് എന്തായാലും നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ ASM ബേസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഓൾറെഡി ഒരുപാട് കുറച്ച് ലെങ്ത് ആയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ നന്നായിട്ട് കാണാം. അതുപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ.